നമസ്കാരം. നമസ്കാരം. അതായത് കേരളത്തില് ബി ജെ പി കഴിഞ്ഞ സുവർണാവസരങ്ങൾ കിട്ടിയിട്ട് പോലും അവര് പിണറായി വിജയനെ സംരക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു സമീപനമാണ് എടുത്തത്. ഇന്ത്യയിലെ എല്ലാ മുഖ്യമന്ത്രിമാരെയും പിടിച്ചകത്താക്കുന്ന സന്ദർഭത്തിലൊക്കെ തന്നെ പിണറായി വിജയന്റെ എതിരെ ശക്തമായ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, ഡോളർ കടത്ത് കേസ്, അതേപോലെ ലൈഫ് മിഷൻ തട്ടിപ്പ്, അതെല്ലാം അവസാനം കരിമണൽ കൃത്യമായിട്ടുള്ള കേസ്, മകളുടെ കൃത്യമായിട്ടുള്ള തെളിവുകൾ, എക്സാലോജിക്കിന്റെ കേസ്, അങ്ങനെ എക്സാലോജിക് അതാണല്ലോ അതിന്റെ അകത്ത്. അങ്ങനെ തുടങ്ങിയുള്ള നിരവധി കേസുകൾ മുന്നിലുണ്ടായിട്ടും പിണറായി വിജയനെ തൊടില്ല. ലാവ്ലിൻ കേസ്, ഞാൻ കഷ്ടപ്പെട്ട് ചോര നീരാക്കി ഉണ്ടാക്കിയ ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയിൽ അവർ വെച്ച് നീട്ടി 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 കൊണ്ടുപോവുകയാണ്. അപ്പം അങ്ങനെയുള്ള പിണറായി വിജയനെ 10 വർഷമായിട്ട് അവർ നിലനിർത്തുകയായിരുന്നു. ഇപ്പോൾ അവരുടെ ഒരു നിലപാട് പുറത്തു വന്നിരിക്കുകയാണ്. 1000 കോടി രൂപയാണ് കേരളത്തിൽ CPM-ൽ നിന്ന് ജനസ്വാധീനമുള്ള നേതാക്കന്മാരെ BJP-യിൽ വിലയ്ക്ക് വാങ്ങാനും, അതോടൊപ്പം സ്വാധീനം എന്ന് പറഞ്ഞാൽ ശരിക്കും ഓരോ മണ്ഡലത്തിലും ഒരാൾ, 100 മണ്ഡലത്തിലെങ്കിലും ഒരാൾ, ശക്തരായ ഒരാളെ വീതം പാർട്ടി വിലയ്ക്ക് വാങ്ങാം. അങ്ങനെ ഒരു വരുന്നു. അതോടൊപ്പം അടുത്ത ഇലക്ഷനിലേക്ക് കൂടെ ഒരു 1000 കോടി രൂപയാണ് കേരളത്തിലേക്ക് അവർ കൊടുക്കാൻ പോണത്. കഴിഞ്ഞ തവണ 400 കോടിയായിരുന്നു അവർക്ക് ഹവാല വഴി ഇലക്ഷൻ ഫണ്ട് ആയിട്ട് വന്ന നിയമസഭ ഇലക്ഷൻ. അതിന് മുമ്പ് 200 കോടിയായിരുന്നു. ഇപ്പൊ 1000 കോടി വരുന്ന സന്ദർഭത്തിൽ അത് എത്രമാത്രം പ്രായോഗികമാവും കേരളത്തിൽ CPM-നെ വിലയ്ക്ക് വാങ്ങുന്ന കാര്യത്തിൽ? അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. എൻ്റെ വീക്ഷണമനുസരിച്ച് ഈ കാര്യത്തിൽ വളരെ ഗൗരവതരമായ മുന്നൊരുക്കങ്ങളും BJP നടത്തിയിട്ടുണ്ട്. താങ്കൾ പറഞ്ഞില്ലേ, കഴിഞ്ഞ 10 വർഷമായിട്ട് പിണറായി വിജയനെ ഒരു ഉള്ളം കയ്യിൽ വെച്ചുകൊണ്ട് സംരക്ഷിച്ചു നടക്കാം BJP. എല്ലാ പരിക്കുകളിലും ED ഇല്ല, എൻഫോഴ്സ്മെൻറ്റ് ഏജൻസി ഇല്ല, ഒന്നുമില്ലാതെ പ്രതിപക്ഷത്തിൻ്റെ ശക്തികൾ പോലും ഇല്ല, ഒന്നുമില്ലാത്ത രീതിയിൽ പിണറായി വിജയനെ സംരക്ഷിച്ച്, പിണറായി വിജയനെ മാത്രം, കമ്മ്യൂണിസ്റ്റ് മൊത്തമല്ല, സംരക്ഷിച്ച് കൊണ്ട് നടക്കണം. എന്തിനായിരുന്നു അത്? ഒരു മെസ്സേജ് കമ്മ്യൂണിസ്റ്റുകാർ നേതാക്കന്മാർക്ക് കൊടുക്കുകയാണ്: ഞങ്ങളോട് ചേർന്ന് നിന്നാൽ, ഞങ്ങളെ വിശ്വസിച്ചാൽ നിങ്ങളുടെ താല്പര്യങ്ങൾ നേതാക്കന്മാർക്ക് താല്പര്യം പൈസയുടെ താല്പര്യം മാത്രമേ ഉള്ളൂ, പിന്നെ സ്ഥാനം കിട്ടാൻ ഇവിടെ കിട്ടുന്ന മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ താല്പര്യങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുള്ള ഒരു തയ്യാറെടുപ്പാണ് BJP കാലയളവിൽ നടത്തിയെന്ന് വിചാരിക്കുന്നത്. ശത്രുവായിട്ട് കാണണ്ട, ഇങ്ങോട്ട് പോരെ. ഇപ്പോൾ ഗോവയിലൊക്കെ മാറി ചെന്നവരെ മുഴുവൻ സ്വീകരിച്ചു, മഹാരാഷ്ട്ര സ്വീകരിച്ചു. അതുകൊണ്ട് കേരളത്തിൽ നിങ്ങൾ പേടിക്കേണ്ട, ധൈര്യപൂർവ്വം പോരെ എന്ന് അവരുടെ മനസ്സിലെ ഭയം അകറ്റാൻ വേണ്ടി നടത്തിയ ഒരു തട്ടിപ്പാണ് ഈ പിണറായി സഹായം. പിന്നെ രണ്ടാമത്, BJPക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്, എന്തും എല്ലായ്പ്പോഴും വിജയിക്കും, എല്ലാ തന്ത്രങ്ങളും എല്ലായ്പ്പോഴും വിജയിക്കും എന്നൊരു തട്ടിപ്പ് പറയുന്നുണ്ട്. അതിന് എക്കണോമിക്സ് പറയുന്നൊരു ഇതുണ്ട്, ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ റിട്ടേൺസ് എന്നാണ് പറയുന്നത്. ഒരു തത്വം പല പ്രാവശ്യം ഉപയോഗിച്ച് കഴിയും, ഒരു പ്രാക്ടീസ് പല പ്രാവശ്യം ഉപയോഗിക്കും, അതിൻ്റെ പ്രയോജനം കുറഞ്ഞു വരും. ഗീബൽസിൻ്റെ സൂത്രം. അപ്പോൾ അത് കള്ളം പറയുമ്പോൾ ഇരട്ടിയായിട്ട് വരികയും ചെയ്യും. അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, ഇനി പിണറായി വിജയൻ എന്നാ സ്റ്റോക്ക് എന്നാ, കുറേ ചെറുപയറും കുറേ ശർക്കര, 1 കിലോ ശർക്കരയും 1 കിലോ പഞ്ചാര 1 കിലോ ചെറുപയറും കൊടുത്താൽ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ മണ്ടന്മാരാക്കാമെന്നാണ് വിചാരിക്കുന്നത്. തൽക്കാലം കുറേ കാശ് കൊടുക്കാം, അതും പ്രാക്ടീസും മാറി. ഇപ്പോൾ എല്ലാ സ്റ്റേറ്റും മത്സരിച്ച് കാശ് കൊടുക്കുക. ഇപ്പോൾ തമിഴ്നാട് 5000 രൂപ വെച്ച് കൊടുക്കുക. ഇപ്പോൾ കേരളം വേണേൽ കൊടുക്കുകയാണെങ്കിൽ അടുത്ത എല്ലാ മാസം കൊടുക്കാമെന്ന് പറഞ്ഞാൽ കൊടുക്കുകയും തോൽക്കുമെന്ന് ഉറപ്പാണെങ്കിൽ അടുത്ത ഗവൺമെൻറ് പെടലിക്ക് വയ്ക്കാമല്ലോ. ആശാവർക്കർമാർക്ക് സാലറി കൊടുക്കാൻ മടി കാണിച്ച പിണറായി വിജയൻ, ആ പിണറായി വിജയനാണ് ഈ വാഗ്ദാനങ്ങൾ നൽകാൻ ഉദ്ദേശിക്കുന്നത്. ഇനി കണ്ട നിങ്ങൾ ഒരു മാസത്തിനുള്ളിൽ, അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ ഇവിടെ നടക്കാൻ പോകുന്ന സമ്മാന പെരുമഴ എന്തായിരിക്കും? പ്രത്യേകിച്ച് സ്ത്രീകളെ ഓറിയന്റഡ് ആയിട്ട്. അല്ല, ആദ്യം തന്നെ BJP കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള നിലയിലായിരുന്നു പിണറായി വിജയനായിട്ട് ധാരണ ഉണ്ടാക്കുകയും CPM-ന്റെ വോട്ട് BJPക്കും, BJP-യുടെ വോട്ട് CPM-നും, BJPക്ക് എന്ന് പറഞ്ഞാൽ 5 സീറ്റിലേക്കാണ് വോട്ട് പറഞ്ഞിരുന്നത്. അത് കിട്ടിയില്ല, ഉള്ള സീറ്റും പോയി, നിയമവും പോയി, മഞ്ചേശ്വരം കിട്ടിയില്ല, വേറെ പുതിയ സീറ്റും കിട്ടിയില്ല. അങ്ങനെയുള്ള കഴിഞ്ഞ ഇലക്ഷനാണ് കണ്ടത്. 400 കോടി ചെലവാക്കി ഒരൊറ്റ സീറ്റും കിട്ടാത്ത. അതിന് മുമ്പ് ഒരു സീറ്റ് ഉണ്ടായിരുന്നു. പിണറായി വിജയനുമായിട്ടുള്ള ധാരണ പ്രകാരം കോൺഗ്രസ് മുക്ത ഭാരതം, കോൺഗ്രസിന്റെ ഗവൺമെന്റ് വരരുത് എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷേ കഴിഞ്ഞ 10 വർഷത്തെ ഇലക്ഷന് കൊണ്ട് ഇവിടെ കോൺഗ്രസ് നന്നായി വളർന്നു, UDF മുന്നണി വളർന്നു, CPM തകർന്ന് തരിപ്പണമായി ഇനി ബാക്കിയില്ല എന്നുള്ള അവസ്ഥ എത്തി എന്നുള്ളതാണ് സത്യം. അപ്പോൾ ആ സന്ദർഭത്തിൽ CPM-ന്റെ പ്രമുഖ നേതാക്കന്മാരെ ചൂണ്ടയിട്ടിട്ട് അവർക്ക് വേണ്ടത് പണമാണ്, അവർക്ക് ഇലക്ഷൻ നിൽക്കാനുള്ള സ്ഥാനാർത്ഥി ആക്കാനുള്ള സംവിധാനം ഒരുക്കുക, അങ്ങനെ അവരെ അതിൽ BJP-യിലേക്ക് കൊണ്ടുവരിക എന്നുള്ള തന്ത്രം, അത് എത്രമാത്രം വിജയിക്കാനാണ് സാധ്യത എന്നാണ് ഞാൻ ചോദിച്ചത്.
CPM-ന്റെ BJP-യുടെ തന്ത്രത്തിന് വരാൻ പോകുന്ന കുഴപ്പം, കാശ് മുടക്കും, കാശ് പോവും, ആമ്പിള്ളേർ മേടിച്ചോണ്ട് പോകും. ഇവിടെ ദേവസ്വം ബോർഡിൽ നിന്ന് കിട്ടിയാലും അയ്യപ്പൻ്റെ അവിടെ നിന്ന് കിട്ടിയാലും ഭണ്ഡാരത്തിൽ നിന്ന് കിട്ടിയാലും 10 രൂപ പൈസ കിട്ടിയാൽ പോക്കറ്റ് എടുത്തിട്ട് യാതൊരു പണിയില്ലാത്തവർ, ദൈവവിശ്വാസികളല്ലാത്ത കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ. അപ്പോൾ BJP-യുടെ കയ്യിൽ കാശ് കിട്ടിയാൽ സന്തോഷത്തോടെ മേടിക്കും. പക്ഷേ ഒരു കുഴപ്പം, മേടിക്കാൻ നേതാക്കന്മാരെ കാണും. BJP-യുടെ സാധാരണ അണികൾ അല്ലെ CPM-ന്റെ സാധാരണ അണികൾ ഈ കച്ചവടത്തിൽ കൂട്ടുനിൽക്കില്ല. അവിടെ ബെനിഫിഷ്യറി ആകാൻ പോകുന്നത് വീണ്ടും അൾട്ടിമേറ്റായിട്ട് കോൺഗ്രസിന് അനുകൂലമാകും. ശബരിമല യുവതി പ്രവേശന സമരകാലത്ത് നമ്മൾ കണ്ടതാണ്. തൂണും ചാരി എന്നവൻ പെണ്ണും കൊണ്ടുപോയി കാര്യമായ മെനക്കേട് കൂടാതെ ഈ വോട്ടല്ല. കാരണം BJP-യിൽ വിശ്വാസമില്ലാത്ത BJP-ക്കാരുടെ ഒരു തലമുറ ഇവിടെയുണ്ട്. CPM-ൽ വിശ്വാസം, അല്ലെങ്കിൽ പിണറായി വിജയനിൽ വിശ്വാസമില്ലാത്ത കുറേ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. ഇവർക്ക് എങ്ങോട്ട് പോകാൻ പറ്റും? ഇപ്പോൾ പാലക്കാട് നമുക്ക് കാണാൻ പറ്റും. പാലക്കാട് അതിൻ്റെ ചെറിയ രൂപങ്ങളുടെ, അതായത് അവരെ കണക്കൂട്ടൽ ആദ്യം കോൺഗ്രസിന് അധികാരമില്ലാതെ വന്നാൽ കോൺഗ്രസ് നിന്ന് BJP-യിലേക്ക് പോകുമെന്നായിരുന്നു അവർ കണക്കൂട്ടിയിരുന്നത്. അത് പ്രകാരമാണ് 5-10 വർഷം അവർ കൊണ്ടുപോയത്. പക്ഷെ 10 വർഷം കഴിഞ്ഞപ്പോൾ ഇവിടെ കേരളത്തിൽ അതിന് കോൺഗ്രസ് ശക്തിപ്പെട്ടു, UDF ശക്തിപ്പെട്ടു, അല്ലാതെ വേറെ ഒന്നും സംഭവിച്ചില്ല. പിണറായിനെ സംരക്ഷിച്ചത് കൊണ്ട് വേറെ ഒരു നേട്ടം അവർക്കുണ്ടായില്ല. അപ്പൊ ഈ സന്ദർഭത്തിൽ ഇനി വേറൊരു രസം കൂടി, അയ്യപ്പ സംഗമം അമിത്ഷായുടെ നിർദ്ദേശപ്രകാരം പിണറായി നടത്തിയ ഒരു സംഭവമാണെന്നുള്ള വിവരം കൂടിയാണ് വരുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ ഹിന്ദുക്കള് CPM വിശ്വാസികളല്ലല്ലോ. ഇപ്പൊ വിശ്വാസത്തിലേക്ക് CPM പോകുന്നു, അണികൾക്ക് BJP-യിലേക്ക് വോട്ട് ചെയ്യുന്നതിന് പ്രശ്നമില്ല എന്നുള്ള ഒരു ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അയ്യപ്പ സംഗമം നടത്തിയെന്നുള്ള വിവരമാണ് മിണ്ടത്. അതുകൊണ്ടാണ് BJP ഒന്നും മിണ്ടാത്തതിനെ കുറിച്ചിട്ട്. ഇവര് നമ്മളെ അന്തർധാര പ്രകാരം അയ്യപ്പ സംഗമം അമിത്ഷാ വിചാരിച്ച ഇവിടെ കട്ടിലും പരവതാനിയൊക്കെ മേടിച്ച് അടിച്ചെടുത്തോണ്ട് പോകും. അതാണ് പിണറായി വിജയൻ അങ്ങനെ പോകുമെന്ന് ഇവർ വിചാരിക്കുന്നില്ലല്ലോ. കുറച്ച് മാന്യമായിട്ട് നടത്തും, മാന്യമായിട്ട് നടത്തുന്ന ഇത് തറ പരിപാടിയായിരുന്നു, അടിച്ചെടുക്കാൻ വേണ്ടി മാത്രം. അല്ല, സഖാദികൾക്ക് പ്രായം അടിവസ്ത്രങ്ങൾ അടക്കം കൊടുത്തു, പുരുഷന്മാർക്ക് കൗപീനം കൊടുത്തിട്ടൊക്കെയാണ് പിന്നീട് 500 പേരാ പങ്കെടുത്തത്. വെറും ഉദ്ദേശിച്ചത് 500 പേരുള്ളെങ്കിലും വലിയ അല്ല, ആള് വരണം, ആർക്കുണ്ട് ബജറ്റ് വേണം. അതിന്റെ അർത്ഥം ഒന്ന് പൈസ അടിച്ചു മാറ്റുക, രണ്ടാമത് അമിത്ഷാ പറഞ്ഞ കാര്യം നടത്തുകയും ചെയ്തു. അതിനകത്ത് വെള്ളാപ്പള്ളി നടേശം വന്ന് 2 കയറ്റം വേണം, മെസ്സേജ് കൊടുക്കുക, സുമാനാരെ കൊണ്ട് മെസ്സേജ് കൊടുക്കുക, ഹിന്ദുക്കൾ CPM-നോടൊപ്പം. അപ്പൊ ഈ ഹിന്ദുക്കളെ വോട്ട് BJP-ക്ക് ചെയ്യുന്ന പ്രശ്നമല്ല എന്നുള്ളതാക്കിയിരുന്നു. അത് ഒരു പരിധിവരെ വിജയിച്ചിട്ടുണ്ട്. അതേ ഒരാഴ്ചക്കുള്ളിൽ പൊളിഞ്ഞു പോയി. കാരണം അമിത്ഷാ കണക്കൂട്ടിയ ആളല്ല പിണറായി വിജയൻ. അമിത്ഷാ കണക്ക് കൂട്ടിയ ഒരു രാഷ്ട്രീയക്കാരനല്ല പിണറായി വിജയൻ. ഒരു മാർക്സിസ്റ്റുകാരൻ, തിയററ്റീഷ്യൻ, പൊളിറ്റീഷ്യൻ ആയിരുന്നെങ്കിൽ EMS-ന്റെ കൂട്ടോ അല്ലെങ്കിൽ ഈ നയനാറിന്റെ കൂട്ടോ അച്യുതാനന്ദന്റെ കൂട്ടോ രാഷ്ട്രീയക്കാരനായിരുന്നെങ്കിൽ നടന്നേനെ. അല്ല, ഞാൻ പറയുന്നത് ഈ പറയുന്ന ഇവരുടെ പ്ലാൻ വിജയിക്കില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ പിണറായി വിജയന്റെ കൂടെ നിൽക്കുന്ന ധാരാളം CPM നേതാക്കന്മാരുണ്ട്. അവർ കഴിഞ്ഞ 10 വർഷമായിട്ട് അധികാരം മാത്രമുണ്ടായിട്ട് ജീവിച്ച പോലീസ് സ്റ്റേഷനും അധികാര കേന്ദ്രങ്ങളും അവരുടെ കസ്റ്റഡിയിലായിരുന്നു. ഒരു ഗുണ്ടാ മാഫിയയാണ് കേരളത്തിൽ ഭരിച്ചിരുന്നത്. പിണറായി വിജയനാണ് അതിന്റെ ഹെഡ്. എല്ലാ സ്ഥലത്തും കച്ചവടമായിരുന്നു, ഏത് കാര്യത്തിനും കച്ചവടം. പോലീസ് സ്റ്റേഷനിൽ ഒരു കാര്യം വന്നാൽ സെറ്റിൽമെന്റ്, കള്ളക്കേസ് എടുക്കുന്നതിന്, പാറമട പൊളിക്കുന്നതിന്, മണ്ണ് നികത്തുന്നതിന്, അങ്ങനെ തുടങ്ങി നാട്ടിലുള്ള സകല തട്ടിപ്പുകൾക്കും കൂട്ടുനിന്നിട്ടുള്ള പരിപാടികളാണ് ഇവർ നടത്തിയില്ല. റോഡ് പണി എന്നാൽ എത്ര പേഴ്സൻ്റ് അവർക്ക്, പിണറായിക്ക് അവിടെ എന്നുള്ള രീതിയിൽ അതിന് അവിടുത്തെ പ്രാദേശികമായ CPM നേതാക്കന്മാരും പങ്കാളികളാണ്. അങ്ങനെ വളർന്ന നേതാക്കന്മാർക്ക് ഇപ്പം അടുത്ത ഭരണം UDF വന്നു കഴിഞ്ഞ് വരിക എന്നുള്ളത് ഏകദേശം ആയിക്കഴിഞ്ഞു. പിണറായിന്റെ ഭാഗത്ത് നിന്ന് എന്തായാലും നിലനിൽപ്പില്ല എന്ന് ഏകദേശം സാധാരണ CPM നേതാക്കന്മാർ പോലും വിശ്വസിച്ചു തുടങ്ങി. പിണറായിക്ക് ശേഷം ഇവിടെ പ്രളയമാണ്, അല്ലാതെ CPM ഉണ്ടാവില്ല. അപ്പൊ അതിനു മുമ്പ് മറുകണ്ഠം ചാടാൻ ഈ CPM നേതാക്കന്മാര് തയ്യാറാകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു 10 വർഷം കൊണ്ട് പഴയ CPM-ന്റെ നിലപാടുകളും അതേ ജീവിതവും അതേ രൂപത്തിൽ വളർന്നു മാറി. ബൂർഷ മുതലാളിമാരുടെ ജീവിതത്തിലേക്ക് എവിടുന്ന് കിട്ടുന്നോ പൈസ കിട്ടുന്നോ അതാണ് അവരുടെ ആശയം എന്നുള്ള ലെവലിലേക്ക് വന്നു. അപ്പോൾ നിർബന്ധമായിട്ടും ഒരു പൈസ കിട്ടുന്ന ഒരു കാര്യം, അധികാരം കൂടി കിട്ടുക, കേന്ദ്രത്തിൽ ഭരണമുണ്ട്, നാളെ അവിടെ പിടിച്ചെടുക്കുകയാണെങ്കിൽ അവരായിരിക്കും BJP-യുടെ പ്രധാനപ്പെട്ട ആൾക്കാർ. അപ്പൊ ആ ലെവലിൽ BJP ഇവിടെ CPM അവരെല്ലാ സ്ഥലത്തും അങ്ങനെയാണല്ലോ വളർന്നിട്ടുള്ളത്. BJP-നെ വളർച്ചെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എവിടെയും ഇതുപോലുള്ള സമീപനത്തിലൂടെ അവിടെ പിളർത്തിയെടുത്ത് കൊണ്ടുവന്ന് കാശ് കൊടുത്തു. എന്തിന് ത്രിപുരയിൽ അവിടെയുള്ള CPM-കാർ കംപ്ലീറ്റ് അവിടെ പോയി. പാർട്ടി ഓഫീസ് അടക്കം മാറ്റി BJP ഓഫീസായി. ബംഗാളില് തൃണമൂലിക്ക് വന്നപ്പം കുറെ ആളുകൾ ഇതിലേക്ക് പോയി. വലിയ പുള്ളികൾ സാറ് മുമ്പേ പറഞ്ഞ രീതിയിലുള്ള നേതാക്കന്മാരെല്ലാം
കെട്ടും കൊടുക്കാനായിട്ട് അങ്ങോട്ട് പോയപ്പോൾ ബാക്കിയുള്ള സാധാരണ ആളുകൾ മുഴുവൻ തൃണമൂലിലേക്ക് വന്നു. അതായത് ഇപ്രാവശ്യത്തെ ഇലക്ഷന് വേണ്ടിയിട്ട് 500 കോടി ഇവിടെ ഇലക്ഷനും 500 കോടി നേതാക്കന്മാരെ വിലയ്ക്ക് വാങ്ങാനും വേണ്ടിയിട്ടാണ് പണം ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നാണ്. 10 കോടി വെച്ചാൽ 50 പേർക്ക് കൊടുക്കാം. അതെ, 5 കോടി വീതം 100 പേർക്ക് 500 10 കോടി കൊടുക്കുന്നതിന് കുഴപ്പമില്ല. അല്ല അവരുദ്ദേശിക്കുന്ന ഇലക്ഷനും ഇതും കൂടെ മൊത്തം 500 കോടി ഇലക്ഷൻ പ്രവർത്തനത്തിന് 500 കോടി. ഒരു മണ്ഡലത്തിന് 5 കോടി വീതം 100 മണ്ഡലം കിട്ടുന്നു. അയ്യപ്പ സംഗമത്തിന് പിന്നെ ഒരു 5 കോടിയെങ്കിലും കിട്ടിയിട്ടില്ലേ? കൊടുക്കാൻ 5 കോടി ആയി കഴിഞ്ഞു. CPM വേറെ കാശുണ്ട്. CPM അത് ഇങ്ങോട്ട് കൊടുത്ത് BJP കാരനെ മേടിക്കുന്നോടെ നോക്കിക്കോണം പിണറായി. അപ്പൊ ഇവിടെ ഒരു മാസ്റ്റർ പ്ലാൻ, ഡൽഹിയിൽ നിന്നുള്ള മാസ്റ്റർ പ്ലാൻ ഇവിടെ അതിനുള്ള പരുവപ്പെടുത്താൻ കഴിഞ്ഞു. മാർക്സിസ്റ്റ് പാർട്ടിയിലെ നേതാക്കന്മാരെ അഴിമതിക്കാരായിട്ടും പണത്തിൽ സ്വാധീനത്തിൽ വീഴുന്ന ആൾക്കാരായിട്ടും എങ്ങനെ അധികാരം വേണം എന്നുള്ള ലെവലിലേക്ക് ആക്കില്ല. അങ്ങനെയുള്ളവരെ കുറിച്ച് ഇപ്പൊ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പായിട്ട് ഇപ്പൊ നമ്മുടെ ACB PK പിച്ചു തുടങ്ങി അവർക്ക് 2 ഓപ്ഷൻ ഉണ്ട് മുമ്പില്. കാശ് മേടിച്ചിട്ട് BJP ചേരണോ അതോ ഫയൽ ചെയ്യണോ? കേസില്ല. പിന്നെ അല്ല നീ കേസ് ഇവിടെ കിടക്കണോ? അല്ല, ഏറ്റവും പ്രധാനം അല്ല അത് കേസൊക്കെ BJP ചേർന്നാൽ തീർന്നല്ലോ, മനസ്സിലായോ? അജിത് പവാർ ഫ്രീ ആയില്ല. പിന്നെ അങ്ങനത്തെ കേസുകൾ വരുന്നില്ല. നമുക്കറിയാലോ ഇവിടെ എത്ര. കരുവന്നൂർ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് 10 നേതാക്കന്മാരെങ്കിലും ഇവർ കിട്ടും അവിടുന്ന് മാത്രം. അല്ല, ഓരോ നിയോജകമണ്ഡലം 140 നിയോജകമണ്ഡലം 100 മണ്ഡലങ്ങളിൽ മുസ്ലിം ലീഗിന്റെ മണ്ഡലത്തിൽ പോയി കയറുന്നതിന് ഒരു കാര്യമില്ല. എത്ര എന്നാലും അവര് ജയിക്കില്ല. അല്ലാതെയുള്ള ഏകദേശം ജയിക്കാൻ പറ്റുന്ന CPM-ന് ശക്തിയുള്ള 100 മണ്ഡലങ്ങൾ സെലക്ട് ചെയ്ത് ആ 100 മണ്ഡലങ്ങളിൽ അവിടെയുള്ള പ്രമുഖ CPM നേതാക്കന്മാരെ പൈസ കൊടുത്ത് വാങ്ങുക. 5 കോടി ഉറുപ്പിയാണ് ഒരാൾക്ക് ടാർഗറ്റ്. അവരൊക്കെ അവിടെ കുറച്ച് ബന്ധങ്ങളൊക്കെ ഉണ്ടാവണം. ആളവിടുത്തെ ഏറ്റവും അറിയപ്പെടുന്ന ആൾ. ഇവരെ നടത്തിക്കൊണ്ടുവന്ന് പുതിയ പരീക്ഷണം നടത്തുക. അതോടുകൂടിയിട്ട് അവിടെ വലിയ തോതിൽ CPM-ന് വളരെ അങ്ങനെയൊന്നും ഇല്ലല്ലോ. BJP-യെ സംബന്ധിച്ചിടത്തോളം ഒറ്റയടിക്ക് തന്നെ കേരളം പിടിച്ചെടുക്കാനുള്ള ഒരു സംവിധാനം അടിത്തറ വളർത്താൻ പറ്റും. എറണാകുളത്ത് പോലെ ഇപ്പൊ പിൻ പോയിന്റ് പറയാം. ശ്രീനിജൻ CPM-ന്റെ ബാലകൃഷ്ണ മകനല്ലേ? അതെ, ശ്രീനിജൻ അവിടെ വന്നു. ശ്രീനിജനൊക്കെ നേരത്തെ പോകും. കാരണം KG ബാലകൃഷ്ണൻ സാധനങ്ങളൊക്കെ അവിടെ കിടക്കല്ലേ. ഒന്നത്. രണ്ടാമത്തെ കാര്യം ബാലകൃഷ്ണൻ സാറിന്റെ ഒരു ഇതിലൂടെ ഉണ്ടല്ലോ, കേന്ദ്രത്തിൽ സ്ഥാനം കിട്ടും ശ്രീനിജൻ ചെന്ന. അപ്പൊ ഇനി നിലനിൽക്കില്ല എന്ന് കാണുമ്പോ മാത്രമല്ല, കോൺഗ്രസ് അധികാരത്തിൽ വന്നാല് ഇവിടെ അഴിമതി നടത്തിയുള്ള ആൾക്കാരെയൊക്കെ സ്ഥിതി ഭയങ്കര ദയനീയമായിരിക്കും. അതിനെ പോരാടാൻ BJP-യിൽ നിന്നാൽ കേന്ദ്രത്തിന് സഹായം കിട്ടും, CPM-ൽ നിന്നാൽ ആരും സഹായം കിട്ടില്ല. പിണറായി ആദ്യം സ്ഥലം വിടുപെടുന്നത്. പിണറായി കെട്ടിയും പിടക്കിയൊക്കെ എടുത്തിട്ട് ഇവിടെ നേരത്തെ ചുമച്ച് കുറച്ച് ഇറങ്ങിപ്പോകുന്ന പിണറായി നമുക്ക് കാണേണ്ടി വരും ചിലപ്പോ. ആരോഗ്യം അതുപോലെ കമ്മിയായിക്കൊണ്ടിരിക്കും. അതുപോലെ കമ്മിയാണ്. മക്കളെയൊക്കെ വിദേശത്ത് എത്തിച്ച് മൂപ്പരെ അവസാനം എന്തായാലും വയസ്സായി കഴിയാണ്ട് വെച്ചിട്ട് തീരും. അപ്പം അതിനു മുമ്പ് പാർട്ടി ഈ 100 പ്രധാനപ്പെട്ട നിയമസഭാ മണ്ഡലത്തിലെ പ്രമുഖരായ ആളുകൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ അത് പാർട്ടിക്കുള്ളിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കും. പാർട്ടി ഇല്ലാതാകും. ഇപ്പൊ ഏത് തരത്തിലാണോ ജനങ്ങൾ അകന്നു പോയിരിക്കുന്നത്, അപ്പൊ അതിലുള്ള ഇത്തരം കണ്ടാമണ്ഡല സ്ഥാനങ്ങളും കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ ആരാളുള്ളത് പാർട്ടിയിൽ? അപ്പൊ ഉറപ്പായിട്ടും CPM എന്നുള്ള പ്രസ്ഥാനത്തെ ഒറ്റയടിക്ക് വിലയ്ക്ക് വാങ്ങാനുള്ള തന്ത്രമാണ് അമിത്ഷാ ഒരുക്കുന്നത്. അതിൽ വിജയിക്കാനാണ് സാധ്യത. കാരണം എന്താ വെച്ചാൽ ഇപ്പം തന്നെ അണികൾക്കൊക്കെ തന്നെ നേതാക്കന്മാർക്കൊക്കെ മനസ്സിലായി ഇനി പിണറായി ഇല്ല, ഇനി ഒരിക്കലും CPM ഇല്ല. പിന്നെ കൂടാരം വേറെ ഒന്ന് മാറുന്നല്ലേ നല്ലത്. കോൺഗ്രസിലേക്ക് പോകാൻ ഒരു മടി. ഈ ഒരു 1000 കോടിയോ കേന്ദ്ര ഗവൺമെന്റ് വലിയ ബുദ്ധിമുട്ടാണോ? ഇവിടെ തന്നെ പിണറായിക്കോട് പറയുന്ന രീതിയിൽ ഉണ്ടാക്കോളാം, അദാനിയോട് മേടിച്ചോളാം പറയും. അതാണ് വിഴിഞ്ഞത്ത് ഇത്തിരി കൺസെഷൻ കൊടുത്താൽ മതി, കാശ് കിട്ടും, താനത് ചെയ്തേക്കാൻ പണം തീർന്നില്ലേ. എന്തിനാ കരിമണൽ പറഞ്ഞാൽ പോരെ? എന്തിന് പിണറായി തന്നെ ലിസ്റ്റ് കൊടുത്തത് 100 പേര് എത്ര പൈസ കൊടുത്തെന്ന് പറഞ്ഞിട്ട് പിണറായി അങ്ങോട്ട് കയറ്റി കൊടുക്കും. പിണറായിക്ക് CPM നിൽക്കണം എന്ന് വലിയ ആഗ്രഹമുള്ള ആളല്ലല്ലോ. അദ്ദേഹത്തിന് എല്ലായി. ഇനി ഇവിടെ അദ്ദേഹത്തെ ചിലപ്പോൾ അവർക്കുള്ള ധാരണ അതായിരിക്കും. പാർട്ടി പിണറായി ഉപേക്ഷിച്ച് കഴിഞ്ഞു. ഇപ്പൊ നമ്മുടെ മുമ്പ് ഞാൻ സാറിനോട് പറഞ്ഞല്ലേ, ഇവിടെ ഉള്ള ബോർഡിൽ പോലും ഇവരുടെ വികസന യാത്രയുടെ ബോർഡിൽ പോലും പിണറായിയുടെ പടമില്ല. ജോസ് കെ മാണി മാത്രം, ഇവിടെ ജോസ് കെ മാണി മാത്രം, മറ്റിടത്ത് ബിനോയ് മാത്രം, അവിടുത്തെ ഗോവിന്ദൻ മാത്രം. അല്ല, എറണാകുളം ജില്ലയിൽ ഞാൻ പോയ സ്ഥലത്തൊക്കെ നോക്കി എവിടെയെങ്കിലും പിണറായിന്റെ ഒരു പോസ്റ്ററെങ്കിലും ഉണ്ടോ? പോസ്റ്റർ ഇല്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല. സാറിന് ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാർ വരില്ല എന്ന്. കേരളത്തിലെ ജനങ്ങൾ അറപ്പും വെറുപ്പോട് കൂടി കാണുന്ന ഒരു നേതാവായി പിണറായി വിജയൻ കണ്ടു. ഇപ്പൊ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ഇന്റലിജൻസ് റിപ്പോർട്ട് കേന്ദ്രത്തിന് എന്താ അറിയും, 55.6% ആളുകൾ ഭരണവിരുദ്ധ വികാരമുണ്ട്. 18% ആളുകൾ മാത്രമാണ് ഭരണത്തിന് അനുകൂലമായി നിൽക്കുന്നത്. അത് ഓരോ ദിവസവും കുറഞ്ഞു വരികയാണ്. പിണറായി വിജയന്റെ
ജനസ്വാധീനം പിണറായി വിജയൻ മുഖ്യമന്ത്രി ആകണം എന്ന് പറയുന്നത് 14%. 8% ആർക്ക്, പിന്നെ അദ്ദേഹത്തിന് ആർക്ക്, നമ്മുടെ രാജീവ് ചന്ദ്ര തമ്മിലുള്ള വ്യത്യാസം കുറഞ്ഞു. 37% സതീശന്റെ കൂടി. അതിനർത്ഥം എന്താണ്? അവർക്ക് 115 സീറ്റ് വരെ കിട്ടുമെന്നുള്ള ഒരു പ്രവചനം, ഇതാണ് ഇന്റലിജൻസ് റിപ്പോർട്ടാണ് കേന്ദ്രത്തിന് കൊടുത്തിരിക്കുന്നത്. 4 സീറ്റ് എന്തായാലും BJP ജയിക്കും, ചിലപ്പോൾ 10 വരെ കിട്ടും എന്നാണ് പറയുന്നത്. CPM 19 സീറ്റ്, 20 സീറ്റ് LDF അതുണ്ടാവോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇന്നത്തെ അവസ്ഥയിൽ. അത്രയും ദയനീയമായ ഒരു അവസ്ഥയിലാണ്. കണ്ണൂരിലൊക്കെ പാർട്ടി ഗ്രാമങ്ങളിൽ അടക്കം വൻ സ്വീകരണമായിരുന്നു, ഒഴുകിയെത്തിയായിരുന്നു VD സതീശന്റെ ചടങ്ങിലേക്ക്. അതേസമയം LDF 2 പാർട്ടി കാണുള്ളൂ പറഞ്ഞത്. CPM CPI ഒഴിച്ച് ബാക്കിയൊക്കെ ഇല്ലാതായിരുന്നു. അല്ല, MV ഗോവിന്ദൻ പോയ യാത്ര അതിലൊക്കെ തന്നെ ജനങ്ങൾ ഉണ്ടായിരുന്നില്ല. പലയിടത്തും അടിയും പിടിയും, MV ഗോവിന്ദനോട് ചോദ്യം ചോദിക്കലും, ആകെ അസ്വസ്ഥമായിരുന്ന ഒരു ജാഥ എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം പാർട്ടിക്ക് ഗ്രിപ്പ് വിട്ടു അണികളിൽ നിന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് വലിയൊരു ഇതിലേക്ക് പോവാണ് പാർട്ടി. എന്തായാലും 1000 കോടി രൂപ CPM നേതാക്കന്മാരെ വിലക്കെടുക്കാൻ വേണ്ടി 1000 കോടി രൂപ, അതേപോലെ ഇലക്ഷൻ ചെലവിനുമായിട്ട് 1000 കോടി രൂപയാണ് BJP കേരളത്തിലേക്ക് ഇറക്കാൻ പോകുന്നത്. അത് വിജയിക്കുമോ ഇല്ലയോ നമുക്കറിയില്ല, പക്ഷെ വിജയിക്കാനാണ് സാധ്യത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നന്ദി.